മന്ത്രശാസ്ത്രത്തിൻ്റെയും ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണിത ക്ഷേത്രങ്ങൾ അവിടെ എത്തുന്നവർക്ക് മാത്രമല്ല ദേശവാസികൾക്കും അനുഗ്രഹം ചൊരിയാൻ സമർത്ഥമാണ്. അനേകായിരം ഭക്തജനങ്ങൾക്ക് സാധനയുടെ ദുഷ്കരവും തീവ്രവുമായ മാർഗങ്ങളിലൂടെ കടന്നു പോകാതെ തന്നെ വളരെ സാധനാജന്യങ്ങളായ സൽഫലങ്ങളെ അനുഭവവേദ്യങ്ങളാക്കി മാറ്റുന്ന അത്യത്ഭുതകരമായ ഒരു മനഃശാസ്ത്ര എഞ്ചിനീയറിംഗ് പദ്ധതിയാണ് നമ്മുടെ പൂർവികർ ക്ഷേത്ര നിർമ്മിതി കൊണ്ടും അതിൻ്റെ സാങ്കേതിക ശാസ്ത്രങ്ങളായ താന്ത്രിക ക്രിയാദികൾ കൊണ്ടും ചെയ്തു വച്ചിരിക്കുന്നത്. സാധാരണക്കാരന് ഈശ്വര ചൈതന്യത്തെ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഉതകുവാൻ പാകമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ട ശ്രേഷ്ഠമായ പദ്ധതിയാണ് നാം ഈ ക്ഷേത്രങ്ങളിൽ കാണേണ്ടത്. പ്രപഞ്ചമെങ്ങും എള്ളിലെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്നതും സൂര്യാദി ജ്യോതിർഗോളങ്ങളെ പോലും ചലിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും പ്രളയാഗ്നി പോലെ കഠോര തീവ്രവുമായ ആ അഭൗമശക്തിയെ, പരമാത്മ ചൈതന്യ സ്രോതസ്സിനെ അണകെട്ടി നിർത്തി സാധാരണക്കാരൻ്റെ ആധ്യാത്മികവും ഭൗതികവും വ്യക്തിനിഷ്ഠവും സാമൂഹികവുമായ സർവൈശ്വര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുവാൻ തക്കവിധത്തിൽ ആവിഷ്കരിച്ചെടുത്ത അത്ഭുതാവഹമായ പദ്ധതിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ആയതിൻ്റെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെയാണ് ഇന്നുള്ള തന്ത്രിമാരും ശാന്തിക്കാരും പരികർമ്മികളും എല്ലാം. ആ വിദഗ്ധമായ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ രാജ്യക്ഷേമതൽപരരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ക്ഷേത്രങ്ങളാകുന്ന അത്ഭുത യന്ത്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഉളവാകുന്ന മഹത് ശക്തിയെ ദേശങ്ങളെയും ദേശക്കാരെയും ഉന്നതമായ ശ്രേയസ്സുകളിലേക്ക് എത്തിക്കും എന്നതിന് സംശയമില്ല. നമസ്തേ. ഒട്ടേറെ ടെലിഫിലിമുകളും മറ്റു ചാനൽ പ്രോഗ്രാമുകളും ചെയ്യുന്നത് വിദഗ്ധത തെളിയിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എലവിക് ക്രിൻസൺസിൻ്റെ ഡയറക്ടർ പ്രകാശ് കോണേരിയും ശ്രീ മുകേഷ് മുരളീധറും മറ്റു സഹായികളും ചേർന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരു വിശകലനം തയ്യാറാക്കണമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിക്കുകയും അതേക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുവെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അജ്ഞാതമെന്നിരിക്കെ പല അഭ്യുദയാംശങ്ങളുടെയും അഭിലാഷം മാനിച്ച് ഈ ക്ഷേത്രമാഹാത്മ്യം ദൃശ്യവൽക്കരിക്കുന്നത് തികച്ചും അവസരോചിതമായിരിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിൽ അലവിക് ക്രിയേഷൻസിന് അനുവാദം നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ശ്രീ ചെറുചോലക്കര ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച്, അവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ച് ചെറിയൊരു വിശകലനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ഒരു എളിയ ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. നാനാ ജാതിമതസ്ഥരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചും ക്ഷേത്രമൂപ്പൻ ശ്രീ ഭാസ്കരേട്ടിൽ നിന്നും മറ്റും ലഭിച്ച വിവരങ്ങൾ ശേഖരിച്ചു മാത്രമാണ് ഈ സംരംഭം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ പോരായ്മകൾ ചെറുചോലക്കര ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മറ്റൊരവസരത്തിൽ തിരുത്താനാവുമെന്ന് കരുതട്ടെ. ഇതിൻ്റെ പിന്നിൽ സഹായികളായി എല്ലാവിധത്തിലും നമ്മളോട് കൂടെ ഉണ്ടായ അശോക്, ശ്രീജിത്ത് തുടങ്ങിയവരും ഈ സംരംഭത്തിൻ്റെ ഡിസൈനറായി ശ്രീ മുകേഷ് മുരളീധറുമാണ് പ്രവർത്തിച്ചത്. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പ്രകാശ് സാറും തലമുതിർന്ന മറ്റ് നാനാജാതി മത്സരം വിശദീകരിച്ചപ്പോൾ ശ്രീ ചെറുചോലക്കര ഭഗവതിയുടെ ഐതിഹ്യങ്ങളും മറ്റും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിശ്വാസത്തോടെ എൻ്റെ പഠനത്തിനിടയിൽ പോലും ഞാൻ സമയം കണ്ടെത്തുകയായിരുന്നു. ചെറുചോലക്കര ശ്രീ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ ദേശീയപാതയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ പ്രകൃതി രമണീയമായ നീരുൽപ്പാലം ഗ്രാമത്തിലാണ് ശ്രീ ചെറുചോലക്കര ഭഗവതി ക്ഷേത്രം. ഐശ്വര്യദായനിയായ ഭഗവതി വിളങ്ങുന്ന ക്ഷേത്രത്തിന് 1500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ ഉൾത്തിരിഞ്ഞതും പഴമക്കാരുടെ വാമൊഴികളും. ക്ഷേത്രം ഉൾപ്പെടെ 18 ദേശം മലപ്പുറം ജില്ലയിലും 18 ദേശം കോഴിക്കോട് ജില്ലയിലുമാണ് ഉള്ളത്. ഈ 36 ദേശങ്ങളും ധനുർവേദം പഠിച്ച ഇവിടുത്തെ ഗുരുമുത്തപ്പൻ ദേശാവകാശങ്ങൾ വെട്ടിപ്പിടിച്ചതാണെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അയ്യപ്പൻ കോമരത്തിന്റെ കൽപ്പനയും വിശേഷാൽ പൂജയും കാര്യസിദ്ധിക്കായി പ്രശ്നപരിഹാര കർമ്മങ്ങളും ഇന്നും നിലനിന്നു പോരുന്നുണ്ട്. ഭക്തമനസ്സുകളിൽ നിറവായി അലിഞ്ഞു ചേർന്ന ശ്രീ ചെറുചോലക്കര ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് ആലംബഹീനന് അഭയമേകുന്ന സാന്ത്വനത്തിന്റെ പുണ്യതീർത്ഥം അമൃതായി നിറയ്ക്കുന്ന
തൃച്ചേവടികളിൽ പ്രണാമങ്ങളോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കാരിമൂപ്പൻ ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മൂപ്പന്റെ അച്ഛനും കഴിഞ്ഞ തലമുറയുടെ മൂപ്പൻ സ്ഥാനം വഹിച്ചിരുന്ന ശ്രീ കാരിമൂപ്പന്റെ ആത്മചൈതന്യത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കരുവൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് സ്വയംഭൂഭാവത്തിൽ ഉള്ള കരുവൻ എന്ന ഉപദേവനാണ്. കരുവന് ഉത്തമ പൂജയാണ് പ്രധാനം. കണ്ടത്തിരാമൻ ഉഗ്രമൂർത്തി സ്വരൂപത്തിൽ കുടികൊള്ളുന്ന കണ്ടത്തിരാമൻ എന്ന ആത്മചൈതന്യമാണ് ഇവിടെ. കണ്ടത്തിരാമന് ഏറ്റവും പ്രാധാന്യം മധ്യകർമ്മമാണ്. ശ്രീ കുറുമ്പ ഭഗവതി ഈ ക്ഷേത്രത്തിലെ ഉപദേവതയായ ശ്രീ കുറുമ്പ ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ കളമെഴുത്തുപാട്ട് പ്രത്യേകമായി നടത്തിവരുന്നു. സർപ്പക്കാവ് ക്ഷേത്രത്തെക്കാൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ സർപ്പക്കാവിന് നാഗപ്രീതിക്കായി പൂജാവിധികളും സർപ്പദോഷത്തിന് പരിഹാരത്തിനായി സർപ്പബലിയും സന്താനലബ്ധിക്കായി ഭക്തർ നാഗത്തിന് വഴിപാടായി നാഗപ്പാട്ടും സന്താനകളംപാട്ടും മറ്റ് പൂജാതി കർമ്മങ്ങളും നടത്തിവരുന്നു. ഈ പൂജാവിധി കർമ്മങ്ങളിലൂടെ സന്താന സൗഭാഗ്യം ലഭിച്ച നാനാജാതി മതസ്ഥരായ ഭക്തരുടെ അനുഭവങ്ങൾ പറയാൻ ഏറെയുണ്ട്. ചെറുചോലക്കര തറവാട്. ഈ തറവാടിന്റെ പടിഞ്ഞാറ്റയ്ക്കുള്ളിലാണ് ഗുരുദൈവ പ്രതിഷ്ഠ. എല്ലാവിധ പൂജാതി കർമ്മങ്ങളും വേണ്ടും വിധം ഇവിടെ നടത്തിവരുന്നു. ഉത്തമത്തിലും മധ്യമത്തിലുമുള്ള പൂജകളാണ് ഗുരുമുത്തപ്പന് പ്രധാനം. ഇവിടെ ഭണ്ഡാരമൂർത്തി എന്ന പ്രതിഷ്ഠയും ഉണ്ട്. ഈ കുടുംബത്തിലെ വസൂരി വന്നു ഭരിച്ച മൂപ്പനെയാണ് ഭണ്ഡാരമൂർത്തിയായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രമൂപ്പൻ ഭാസ്കരൻ അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം വിവരിക്കുന്നു. നടത്തിപ്പോകുന്ന ഒരു കാര്യങ്ങളാണ് നടത്തുന്നത്. അച്ഛൻ വെച്ചിട്ട് ഒരു 50 വർഷമായി. അപ്പം ഞാനാണ് നടത്തുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു 50 വയസ്സായി. ഒരു 40 വർഷത്തിന് ശേഷം സ്വയം തന്നെ എല്ലാവരും സംഘടിപ്പിച്ചിട്ടാണ് ഇത് നടത്തുന്നത്. നമ്മളെ ഒരു 36 ദേശ അവകാശങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്. 18 ദേശം മലപ്പുറം ജില്ലയിൽ, 18 ദേശം കോഴിക്കോട് ജില്ലയിൽ, 36 ദേശക്കാരായിട്ടാണ് ഇത് നടത്തിപ്പോരുന്നത്. കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. മകരം 10-ാം തീയതി ഉത്സവം നിശ്ചയിച്ച് കുംഭമാസത്തിൽ ഉത്സവം നടത്തും. ഉത്സവം നടത്തിക്കഴിഞ്ഞ് ഇതേ 36 ദേശത്തും 36 ക്ഷേത്രങ്ങളിൽ പോയി ഉത്സവം നടത്തി പിന്നെ കൊടുങ്ങല്ലൂർക്കുള്ള യാത്രയാണ്. അതിപ്പോൾ ഇന്നാണ് കൊടുങ്ങല്ലൂർക്കുള്ള യാത്ര. ഈ 36 ദേശക്കാരിൽ 18 ദേശക്കാർ ഇന്നിവിടെ കൂടിയിട്ട് ഇവിടുന്ന് ഇറങ്ങും. മറ്റ് 18 ദേശക്കാരും അവിടെ കൂടിയിട്ട് അതേപോലെ കൊടുങ്ങല്ലൂർക്കെത്തും. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ട് അവിടെ സംഘടിച്ചിട്ടാണ് ഞങ്ങൾ ആചാരമായിട്ടുള്ള ആൽത്തറ പിടിക്കാൻ പോകലും കർമ്മങ്ങളൊക്കെ നടത്തി വരാറ്. അതിലിവിടെ മൂപ്പൻ, കോമരൻ, ചോപ്പൻ ഈ 18 ഇടവപ്പന്മാരും കൂടിയിട്ടാണ് ഈ ഉത്സവം നടത്തി വരുന്നത്. ഇത് എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളത് പറയാൻ സാധ്യമല്ല. എങ്കിലും ഇവിടെ സ്വർണ്ണപ്രശ്ന പ്രകാരം 1500 കൊല്ലമൊക്കെയാണ് ഇവിടെ കേട്ടുകളിവി പോരുന്നത്. അത് ഇന്നും മുടങ്ങാതെ ഈ ആചാരങ്ങൾ മുഴുവൻ നടത്തി വരുന്നുണ്ട്. എല്ലാ അവകാശികളും എല്ലാ തറവാട്ടുകാരും കൂടിയിട്ടാണ് നടത്തി വരുന്നത്. ഇത് സാധാരണ ഒരു കുടുംബക്ഷേത്രമല്ല. 36 ദേശാവകാശികൾക്ക് 36 ദേശത്തുള്ള ഹിന്ദുക്കൾക്ക് വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും അധികാരപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ദേവീക്ഷേത്രം. ഇവിടെ കരുവൻ, കണ്ടത്തിരാമൻ, ശ്രീകുറുമ്പ ഭഗവതി, ദണ്ഡൻ, ഉപദേവതകൾ ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നടത്തി വരുന്നുണ്ട് എല്ലാ ആചാരങ്ങളും. പിന്നെ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കൽപ്പനയും വിശേഷ പൂജകളും കർമ്മങ്ങളും നടത്തി വരുന്നുണ്ട്. മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം, ശത്രുസംഹാര ഗുരുതി ഇതൊക്കെ നടത്തുന്നുണ്ട്. അത് ഈ ഇപ്പോഴുള്ള ഒരു നമ്പൂരിൻ്റെ ഇവിടെ വന്ന് നടത്തണേ, അയാൾ വന്നിട്ടാണ് നടത്തൽ. ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പല വേർപാട് കർമ്മങ്ങളും പല പ്രായശ്ചിത്തങ്ങളും ഈ ജ്യോതിഷ ചാർത്തപ്രകാരമുള്ള പ്രായശ്ചിത്തങ്ങളും ഒക്കെ ഇവിടുന്ന് നടത്തി വരാറുണ്ട്. അത് ഇന്നും മുടങ്ങിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നുണ്ട് ഞങ്ങൾ.
ഭഗവതിയുടെ അരുളപ്പാടായി ഭക്തർ ശ്രവിക്കുന്നത് ഈ കൽപ്പനയാണ്. 25 വർഷത്തിലേറെയായി ഭഗവതി ദർശനം ലഭിച്ച അയ്യപ്പൻ കോമരം വെളിച്ചപ്പാടായിട്ട് ക്ഷേത്രാചാരങ്ങളിൽ പ്രത്യേക വിശ്വാസമില്ലാതിരുന്ന അയ്യപ്പൻ തൻ്റെ കുന്നുമൽ തറവാട്ടിൽ നിന്നും കൊടുങ്ങല്ലൂർക്ക് പോകാനുള്ള ഒരുക്കത്തിൽ നിൽക്കുന്ന കാരണവന്മാരുടെ കൂട്ടത്തിൽ ചെണ്ട വായിച്ചു നിൽക്കുകയായിരുന്നു. അയ്യപ്പന് പെട്ടെന്ന് ഭഗവതി ദർശനമുണ്ടായി. കൂട്ടത്തിലുണ്ടായിരുന്ന വെളിച്ചപ്പാടിൻ്റെ വാൾ കൈക്കലാക്കി ഭഗവതി ദർശനത്തോടെ ഓടിയെത്തിയത് ശ്രീ ചെറുചോലക്കര ഭഗവതി ക്ഷേത്രത്തിലാണ്. അന്നു തൊട്ട് അയ്യപ്പൻ ഭഗവതിയുടെ വെളിച്ചപ്പാടായി മാറി. പിന്നീട് നാനാദേശത്തു നിന്നും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കോമരത്തിൻ്റെ കൽപ്പന കേൾക്കുമ്പോൾ പ്രശ്നത്തിന് വേണ്ടും വിധം പരിഹാരമുണ്ടായി എന്നതാണ് ഐതിഹ്യം. ഈ വിശ്വാസം ഇന്നും മാറ്റുകുറയാതെ നിലനിൽക്കുന്നു. അതുകൊണ്ട് നിർത്തപ്പെട്ടതായാലും ഒന്നുമില്ലെന്ന് കൽപ്പിച്ചു വെച്ചോളൂ. ഇറങ്ങിപ്പോണ്ട് അമ്മ ആ സന്ദർഭം ഇന്നങ്ങളും അതേ പ്രകാരം അയ്യോ ഭാസ്കര മൂപ്പന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ സുരേഷ് പൂജാവിധികളിലും ക്ഷേത്രാചാരങ്ങളിലും സജീവമാണ്. സുരേഷിന്റെ അഭിപ്രായം: ഇവിടുത്തെ മൂപ്പനായ ഭാസ്കരൻ മൂപ്പൻ്റെ മകനാണ് ഞാൻ. അച്ഛൻ പിന്തുടർന്ന് പോകുന്ന അതേ ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടന്നു പോരുന്നുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതേ രീതിയിൽ തന്നെയാണ് ഞാനും നടന്നു പോരുന്നത്. വളരെ ചെറുപ്പം തന്നെ ഇതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയും അതേമാതിരി വളരെ പുരോഗമന ചിന്താഗതിയോടെ തന്നെ മുന്നോട്ട് നീങ്ങണമെന്നാണ് കരുതുന്നത്. താമ്പൂലാചാരം മലപ്പുറം ജില്ലയിലെ 18 ഇടമൂപ്പന്മാർക്കും കോമരത്തിനും ദേശചോപ്പൻ സ്ഥാനത്തിനുമുള്ള താമ്പൂലാചാരമാണിത്. പൂർവികമായി നടന്നുവരുന്ന ഒരു ചടങ്ങാണിത്. ഭഗവതി ശരണം ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. അടിയങ്ങളെ കാത്തിടേണം ശ്രീ മഹാമായേ ചെറുചോലക്കര വാഴും ശ്രീ മഹാമായേ. ഭഗവതി ശരണം ഭഗവതി ശരണം ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. ഭഗവതി ശരണം ഭഗവതി ശരണം ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. അടിയങ്ങളെ കാത്തിടേണം ശ്രീ മഹാമായേ ചെറുചോലക്കര വാഴും ശ്രീ മഹാമായേ. ഭഗവതി ശരണം ഭഗവതി ശരണം. അച്ഛൻ്റെ വല്യച്ഛനേനി ഇവിടുത്തെ കോമരം. നേരെ മരിച്ചേരെ ഞാൻ കൊടുങ്ങല്ലൂർ പോണേന് ചെണ്ട കൊട്ടി പോവുകയും തറവാട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ചാടിയത്. തറവാട്ടിൽ നിന്ന് പിന്നെ ചുറ്റോടുകൂടെ രാത്രി 12 മണിക്ക് ഇവിടേക്ക് വന്ന് ഇവിടുന്ന് വാതിൽ തുറന്ന് കൽപ്പന പ്രകാരമാണ് പിറ്റേന്ന് കൊടുങ്ങല്ലൂർ പോയത്. കൊടുങ്ങല്ലൂരിൽ നിന്നും ആചാരങ്ങളും കൽപ്പനയും അവിടെ നിന്നാണ് സ്വീകരിച്ചത്. പിന്നെ കോമരായിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം 2 കൂട്ടരും മണ്ണൂരേനി. മണ്ണൂരിൽ നിന്ന് ഞങ്ങൾ തറവാട് കുന്നമ്മക്കാരാണ്, മറ്റേത് മങ്കാത്തൻകാരാണ്.
അങ്ങനെയാണ് പൂർവ്വം കേട്ടുകളി. ഞങ്ങളെ തറവാട്ടിൽ നിന്നാണ് ഇവിടെ കോമരം ഉണ്ടാകൽ. പൂർവ്വേ അങ്ങനെ വന്ന് കഴിഞ്ഞ് വരുന്നത്. ഇപ്പോഴും ഇവരെ കൊണ്ട് കഴിയാൻ ഞങ്ങളുമായിട്ട് നടത്തിപ്പിന് ഞങ്ങളും വേണം. നടത്തിപ്പിന് ഇപ്പം ഞാനാണ് എല്ലാ സ്ഥലത്തും പോയിട്ടും ഈ ഉത്സപ്പാടും കർമ്മങ്ങളും നടത്തി വരുന്നുണ്ട്. ഉരുതി, ചൊവ്വയും വെള്ളിയും കലിപ്പന ഒക്കെ നടത്തി വരുന്നുണ്ട്. കുംഭമാസത്തിലെ ഉത്സവത്തിന് ശേഷം ഭക്തർ കൊടുങ്ങല്ലൂർ യാത്രയ്ക്ക് മുന്നോടിയായി നടത്തുന്ന ദണ്ഡൻ പൂജയാണ് ഇവിടെ നടന്നത്. ഈ പൂജയോടുകൂടി ക്ഷേത്രത്തിലെ ഒരു വർഷത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്നു എന്നതാണ് പതിവ്. ഈ ആചാരം കോമരത്തിനും ദേശചോപ്പനും അരങ്ങ് കൂട പിടിക്കുന്നവർക്കും വാദ്യക്കാർക്കും വേണ്ടിയുള്ള അവകാശമാണിത്. ആദ്യ വർഷവും രണ്ടാം വർഷവും കൊടുങ്ങല്ലൂർ യാത്രയ്ക്കൊരുങ്ങുന്ന ഭക്തർ ഈ ആചാരം പാലിക്കേണ്ടതുണ്ട്. ഇതിന് പുത്തൻ, മറുപുത്തൻ എന്നും പറയാറുണ്ട്. ക്ഷേത്രത്തിലെ ഒരു അടിമ എന്നുള്ള നിലയ്ക്ക് ഒരു താല്പര്യം നിശ്ചയിക്കുകയാണെങ്കിലും ദേശത്തെ ചോപ്പൻ എന്നുള്ള നിലയ്ക്ക് അച്ഛനും വല്യച്ഛനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഒന്നാണ്. അതിൻ്റെതായിട്ട് അവരെ പിറ്റേക്കാലമായിട്ട് ഞാനും പിന്തുടർന്ന് പോരുന്നുണ്ട്. മുണ്ടും പടയാലൊക്കെ വടക്കുംപാതയ്ക്ക് പന്തിരായത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനും എല്ലാറ്റിനും ഈ ക്ഷേത്രത്തിലെ അവകാശി ഞാൻ തന്നെയാണ്. ദണ്ഡൻ പൂജയ്ക്ക് ശേഷം അതിൽ നിന്നൊരു ഭാഗമെടുത്ത് ഗുളികനെ പ്രീതിപ്പെടുത്തുകയാണ് ഇവിടെ. ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിനും മറ്റെല്ലാ വിശേഷ ദിനങ്ങളിലും വന്നെത്തുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ അന്നദാനം നടത്താറുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഇത് പതിവാണ്. ഒരു മനുഷ്യശക്തിക്കും തടഞ്ഞു നിർത്താനാവാത്ത മഹാരോഗമായിരുന്നു വസൂരി എന്നും ആ രോഗത്തെ ഈ പ്രദേശത്ത് തടഞ്ഞു നിർത്തിയത് ശ്രീ ചെറുചോലക്കര ഭഗവതിയുടെ സർവശക്തി കൊണ്ട് ആണെന്നും ഐതിഹ്യം. നയനാഭിരാമമായ ഈ പ്രദേശത്ത് ഭഗവതി ദർശനത്തിനായി നാനാജാതി മതസ്ഥരായ ഭക്തർ എത്തിച്ചേരുന്നു. ഇവിടം എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടെന്ന് അവരിപ്പോഴും പറയുന്നു. ചെറുചോലക്കര മൂപ്പന്റെ പിതൃ സഹോദരി പെൺകുട്ടി അവരുടെ ഓർമ്മകളിലൂടെ ദേവിൻ്റെ അമ്പലം കരുവൻ്റെത് ചെറിയ കുടുംബൻ്റെ കണ്ടെത്തിയായിരുന്നു. എന്നെ മറ്റേത് ആങ്ങാട്ട് വന്ന ബാർട്ടിൻ്റെ കുട്ടിമാൻ്റെ അച്ഛൻ്റെ
പിന്നെ തണ്ടത്തറ ബട്ടറോസ്റ്റി ഒക്കെ ഉണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസിയാണ്. ഈ ക്ഷേത്രത്തിൽ പല പൂജകൾക്കും മറ്റ് ഉത്സവാദികൾക്കും ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. കാരണം പറഞ്ഞാൽ ഇവിടെ ഉത്സവം വരുന്ന സമയത്ത് ഈ കുടുംബത്തിന് മാത്രമൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഭക്തന്മാരെയും വിളിച്ചിരുത്തി ഒരു പൊതുവായിട്ടൊന്ന് കൂടിയ ശേഷം ഞങ്ങളെല്ലാവരോടും ഒരു ടീമായിട്ട് നിന്നിട്ട് പ്രവർത്തിക്കുന്നു. അതിനിവിടെ വേണ്ട ഉത്സവത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സേവന വ്യവസ്ഥയിൽ കൂടെ ചെയ്യുന്നു. അതിനുവേണ്ടി ഞങ്ങളിവിടെ മുൻകൈയെടുത്ത് ചെയ്യുന്നു. എങ്കിലും ഈ ക്ഷേത്രം പ്രാചീനമായ ദേവീക്ഷേത്രമാണെങ്കിലും ഇപ്പോഴും പല പുരോഗതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും മുൻകൈയെടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഏതാണ്ട് ഒരു 50 വർഷത്തിന് മുമ്പേ 50 വർഷത്തോളം ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ വന്നിട്ട് 10ാമത്തെ കൊല്ലമാണ് ഈ പോകുന്നത്. ഞാനിവിടെ അല്ല, ഞാൻ മദ്രാസിലാണ്. ഇപ്പോൾ ഒരു 7 വർഷം ശബരിമലയ്ക്ക് പോയതിന് ശേഷം ഈ 96-ൽ ഞാനിവിടെ വന്നു ഒരു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പല വിഷമങ്ങളും നേരിട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മകനെ ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഫസ്റ്റ് കൊണ്ടുപോയി, ഇപ്പോൾ 2ാമത്തെ വർഷം പോകാൻ പോവാണ്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോയിട്ട് 11-12 വർഷത്തോളം പോയിട്ടും ആ സമയത്ത് ഇവിടുന്ന് വന്ന് ശബരിമലയ്ക്ക് പോയിട്ട് എന്താണ് നിങ്ങളുടെ ഇത് ശരിയാക്കാതെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ എന്നെക്കൊണ്ട് എൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്തിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഹിന്ദു സമുദായത്തിനെ സംബന്ധിച്ച് എന്തൊരു നമ്മൾ ഒരു കാര്യത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കലശെടുക്കുന്നത് ഒരു 30 വർഷത്തിൻ്റെ ശേഷം ഞാനാണ് കലശെടുക്കൽ. എൻ്റെ പാപ്പൻ്റെ മോനാണ് കോമരം. ഞാൻ കൊടുങ്ങല്ലൂർക്ക് പോരുന്നന്ന് എൻ്റെ കെട്ടുമെന്നാണ് അവൻ ചാടിയത്. ഇപ്പോഴും ഞാൻ ഈ കൊല്ലം തുടർന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം വയസ്സുമായി. പടിഞ്ഞാറ്റിൽ നിന്നും ദർശനം ലഭിച്ച കോമരം കൊടുങ്ങല്ലൂർ യാത്രയ്ക്കായി ഒരുങ്ങിയ 18 ദേശമൂപ്പന്മാരോടും പരിവാരങ്ങളോടും കൂടി 3 പ്രാവശ്യം ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ക്ഷേത്രപാലകന് നാളികേരമുടച്ച് യാത്ര പുറപ്പെടുന്നു. ഇവരോടൊപ്പം ഭഗവതിയും പടിയിറങ്ങുന്നു എന്ന് വിശ്വാസം. ഇനി കൊടുങ്ങല്ലൂർ യാത്ര കഴിഞ്ഞ് എത്തും വരെ ക്ഷേത്രത്തിൽ പൂജാവിധികളോ വിളക്കു തെളിയിക്കലോ ഇല്ല. അമ്മ
ഞാൻ കടിച്ചു കിട്ടണം കൊടുങ്ങല്ലൂർ യാത്രയ്ക്കായി കുംഭമാസത്തിലെ അശ്വതി ഭരണി നാളുകളിൽ വ്രതം ആരംഭിച്ച് മീനഭരണിക്ക് 15 ദിവസം മുൻപ് ക്ഷേത്രമൂപ്പനും കോമരവും വ്രതക്കാരുടെ വീടുകളിൽ പോയി പൊരി തൊട്ടുകൊടുക്കൽ ചടങ്ങും കെട്ടിനുള്ള നെല്ലളക്കൽ ചടങ്ങും നടത്തുന്നു. യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ ചെന്ന് കെട്ടു നിറച്ച ശേഷം അന്നേ ദിവസം സന്ധ്യയ്ക്ക് ശേഷം അവരുടെ വീട്ടിൽ പോയി അവരെ ഇറക്കി ക്ഷേത്രത്തിൽ എത്തിക്കുന്നു. പിറ്റേ ദിവസം ദണ്ഡൻ പൂജ ആചാരം കഴിഞ്ഞ് ഈ യാത്ര കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 18 മൂപ്പന്മാരും എത്തിച്ചേർന്ന് 36 മൂപ്പന്മാരുമൊത്ത് അശ്വതി നാളിൽ 12 മണിക്ക് കാവിലേക്കുള്ള പുറപ്പാട്, 3 മണിക്ക് ആൽത്തറ പിടിച്ച് വാദ്യഘോഷങ്ങളോടെ കാവു തീണ്ടൽ, അവിടെയും പടിഞ്ഞാറ്റിൽ നിന്ന് ദർശനം നേടി കോമരവും മൂപ്പനും ദണ്ഡൻ പൂജയും കർമ്മങ്ങളും 36 ദേശ മൂപ്പന്മാരുടെ കൂട്ടായ്മയോടെ നടത്തുന്നു. ആറങ്ങാട്ടുപാറ ഭക്തമനസ്സുകൾക്ക് ദേവീ സാന്നിധ്യമാകുന്നു ഇവിടം. പ്രകൃതി രമണീയമായ വഴിത്താരയിലൂടെ കാൽനടയായി വന്നെത്തുന്ന ആറങ്ങാട്ടുപാറ, ചരിത്രമുറങ്ങിക്കിടക്കുന്ന ആറങ്ങാട്ടുപാറയിലെ മരച്ചുവട്ടിൽ ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന ഐതിഹ്യം. ചെറുചോലക്കരയിലേക്ക് ഭഗവതി എഴുന്നള്ളിയ സമയം ഈ മരത്തണലിൽ ഭഗവതി ഇരുന്ന് വിശ്രമിച്ചതായി പഴമക്കാർ പറയുന്നു. ഇവിടെ താമ്പൂലം അർപ്പിച്ച് ഇനി യാത്ര കൊടുങ്ങല്ലൂരേക്ക്. ചെറുചോലക്കര ഭഗവതി ശ്രീ മഹാമാ
കൂക്കുന്നേ. അടിയങ്ങളെ കാത്തിടേണം ശ്രീ മഹാമായേ, ചെറുചോലക്കര വാഴും ശ്രീ മഹാമായേ. ഭഗവതി ശരണം ഭഗവതി ശരണം, ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. ഭഗവതി ശരണം ഭഗവതി ശരണം, ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. ശക്തിയായ നീ അവരിൽ കരുണ ചൊരിയണേ. ശക്തിയായ നീ അവരിൽ കരുണ ചൊരിയണേ. ശരണം 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 പാടുന്നു ഞങ്ങൾ. കനിയണമമ്മേ കാക്കണമമ്മേ, വിദ്യ നൽകി വിഘ്നങ്ങൾ നീക്കണമമ്മേ. കനിയണമമ്മേ കാക്കണമമ്മേ, വിദ്യ നൽകി വിഘ്നങ്ങൾ നീക്കണമമ്മേ. ചെറുചോലക്കര ഭഗവതി ശ്രീ മഹാമായേ, തിരുമുമ്പിലെത്തി ഞങ്ങൾ കൈകൾ കൂക്കുന്നേ. നാടിൻ ഐശ്വര്യമേകും ചെറുചോലക്കര ദേവി, നാടിൻ ഐശ്വര്യമേകും ചെറുചോലക്കര ദേവി. നിൻ വചനം കേൾക്കാൻ ഞാൻ നിന്നടയിൽ വന്നോട്ടെ. കനിയണമമ്മേ കാക്കണമമ്മേ, വിദ്യ നൽകി വിഘ്നങ്ങൾ നീക്കണമമ്മേ. കനിയണമമ്മേ കാക്കണമമ്മേ, വിദ്യ നൽകി വിഘ്നങ്ങൾ നീക്കണമമ്മേ. ചെറുചോലക്കര ഭഗവതി ശ്രീ മഹാമായേ, തിരുമുമ്പിലെത്തി ഞങ്ങൾ കൈകൾ കൂക്കുന്നേ. അടിയങ്ങളെ കാത്തിടേണം ശ്രീ മഹാമായേ, ചെറുചോലക്കര വാഴും ശ്രീ മഹാമായേ. ഭഗവതി ശരണം ഭഗവതി ശരണം, ചെറുചോലക്കര ഭഗവതി ശരണം ശരണം. ഭഗവതി ശരണം ഭഗവതി ശരണം, ചെറുചോലക്കര